മാംഗല്യം. രചന അവതരണം നന്ദു കൃഷ്ണ. നീ കൂടുതൽ ആള് കളിക്കാൻ വന്നാൽ കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞുവിട്ട ആളെ തിരിച്ചു വിളിച്ചോണ്ട് വരും കേട്ടോ. എന്തേ, അങ്ങനെ വേണോ? ഒന്നാമത് വിശപ്പിന്റെ വിളി, അതിന്റെ കൂടെ അവളുടെ പുച്ഛവും. ഇല്ലാത്ത ദേഷ്യം അവന് പെരുവിരലിൽ നിന്നാണ് അരിച്ചു കയറിയത്. അവന്റെ ആ പറച്ചിൽ കേട്ടതും അതുവരെ അവൾ കാത്തുസൂക്ഷിച്ച ധൈര്യം മണ്ട പോയ തെങ്ങുപോലെ അവന്റെ മുന്നിൽ തന്നെ കൂനിക്കൂടി. ആ ഒരൊറ്റ പറച്ചിലിൽ അതുവരെ പാതകത്തിൽ ചാരി ലാവിഷായി നിന്നവൾ അവന്റെ തൊട്ടു മുന്നിൽ അവന്റെ ടീഷർട്ടിന് തുമ്പിൽ പിടിച്ചായി പിന്നെയുള്ള നിൽപ്പത്രയും. ദേ പിന്നെയും വന്നൊട്ടി. നിനക്കൊരിത്തിരി മാറി നിന്നൂടെ പെണ്ണേ? അവൻ അവളെ അകറ്റാൻ നോക്കിയെങ്കിലും പെണ്ണ് അട പോലെ ഒട്ടിയതേയുള്ളൂ. ഞാൻ അടങ്ങി ഒതുങ്ങി നിന്നതല്ലേ, പൊന്നിന്റെ അച്ഛനല്ലേ പിന്നെയും എന്നെ പേടിപ്പിച്ചത്. ഇത്തിരി മുന്നേ അവളിൽ നിന്ന് അകന്നുപോയ പേടിയും വെപ്രാളവും ഭയവുമെല്ലാം ഹരി ഒരിക്കൽ കൂടി അവളുടെ ആ കണ്ണിൽ കണ്ടു. നാശം പിടിക്കാൻ ഏത് നേരത്താണോ ആവും. ഹാരി തലയിലൊന്ന് തട്ടിക്കൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും ഒരു പിൻവലിയുണ്ടായി. എന്താണ്? ആ ചോദ്യത്തിൽ പോലും അവന്റെ ദേഷ്യം പറഞ്ഞവൾ പെട്ടെന്ന് ഇമകൾ താഴ്ത്തി. കൺമണി. നീട്ടിയുള്ള ആ വിളി കേൾക്കുമ്പോഴേ കൈയും കാലും വിറയ്ക്കും. എല്ലാവർക്കും താൻ മണിക്കുട്ടിയാണ്. എന്തിന്, കോളേജിൽ പോലും സാറുമാര് മണിക്കുട്ടി എന്നേ വിളിക്കാറുള്ളൂ. ഇടയ്ക്കിടെ കൺമണി എന്ന പേര് ഓർക്കാറുള്ളത് പോലും സർട്ടിഫിക്കറ്റ് കാണുമ്പോഴാണ്. അങ്ങനെ ആണ്ടിനും ആവണിക്കും കേട്ടുകൊണ്ടിരുന്ന പേരാണ് ഈ കുറച്ചു സമയത്തിനുള്ളിൽ അടുത്ത 10 വർഷത്തേക്ക് കേൾക്കാനുള്ളത് മൊത്തമായി കേട്ടത്. എടി, ആലോചിച്ച് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അവന്റെ അടുത്ത ചാട്ടവും എത്തി. ആ, ഈ പിടുത്തം വിട്ടാൽ എനിക്ക് പോകാമായിരുന്നു. അവൾ പിടിച്ചേക്കുന്നതിൽ നോക്കി കാര്യം പറയുമ്പോൾ പെണ്ണ് അവനെ ഒന്ന് നോക്കി. സത്യം പറഞ്ഞാൽ അവൻ നല്ല 2 ചുവട് വെച്ചാൽ പോലും അവളുടെ പിടുത്തത്തിൽ നിന്നും ഷർട്ട് ഊരിപ്പോകും. എന്നിട്ടും അവൻ എന്തിനാണ് ആ പറഞ്ഞതെന്ന് ആ നിമിഷം അവൻ ഓർത്തില്ല. കൺമണി, ദേഷ്യപ്പെടലേ, എനിക്കൊരു കാര്യം ചോദിക്കാനാ. അത് കേൾക്കെ പുരികം ചുരുക്കിക്കൊണ്ട് അവൻ നോക്കി. എന്ത്? ഒച്ചയെടുക്കുമ്പോൾ ഞാൻ ചോദിക്കാൻ വന്നത് മറന്നുപോകും, അതുകൊണ്ടാ. ഒരുമാതിരി ചുണ്ടു കൂർപ്പിച്ചു വെച്ചുള്ള അവളുടെ പറച്ചിൽ കേട്ടതും ഹരി ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഏതാണ്ടൊക്കെ പൂവിനെ പോലെ തന്നെ. അതുകൊണ്ടാകും ഉച്ചിയിൽ വരെ തിളച്ചു നിന്ന ദേഷ്യം പെട്ടെന്ന് തണുത്തു മാറിയത്. ഇല്ല, ദേഷ്യപ്പെടുന്നില്ല. എന്താന്ന് വെച്ചാ ചോദിക്കുന്നേ. 2 കൈയും നെഞ്ചിൽ പിണച്ചു കെട്ടി പാതകത്തിലേക്ക് ചാരി നിന്നുകൊണ്ടവൻ ചോദിക്കേ, അപ്പോഴും അവന്റെ ടീഷർട്ടിൽ നിന്നും പിടിവിടാത്തവളുടെ സാമീപ്യം അവനെ വല്ലാതെ അലയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ ആ നിമിഷം അറിയേണ്ടത് അവൾ എന്തായിരുന്നു ചോദിക്കാൻ വന്നതെന്ന് മാത്രമായതുകൊണ്ട് ആള് അതൊന്നും ഗൗനിച്ചില്ല. ഞാൻ ചോദിക്കുന്നത് കേട്ടിട്ട് ഇഷ്ടമായില്ലെങ്കിൽ വഴക്ക് പറയരുത്. ആദ്യമേ പെണ്ണ് ജാമ്യം എടുക്കുന്നത് കേട്ടതും ഹരിയുടെ മുഖം കൂടുതൽ ചുരുങ്ങി. ആദ്യം കാര്യം കേൾക്കട്ടെ. ചെക്കന്റെ ശബ്ദം ഇത്തിരി കടുത്തു. ദേ പിന്നെയും ദേഷ്യം. ഇത്തവണ ചുണ്ടുകൾ കൂർത്തത് മണിക്കുട്ടിയുടെ ആയിരുന്നു. ഓ ഇല്ല, നീ മര്യാദയ്ക്ക് കാര്യം പറയുന്നുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് ഇനിയും ദേഷ്യം വരും. അവന്റെ ശബ്ദം മാറിയതും പെണ്ണ് പിണങ്ങിക്കൊണ്ട് ആ മുഖത്തേക്ക് നോക്കി. പറയ് കൺമണി. അത് അത് പിന്നെ വിശക്കുന്നുണ്ടോ? അവന്റെ കണ്ണിൽ നോക്കി ഇടറാതെ ഒരൊറ്റ ചോദ്യമായിരുന്നു. വല്ല പ്രേതത്തിന്റെയും ഭൂത്തിന്റെയും കാര്യമാകും ചോദിച്ചുകൊണ്ട് വരിക എന്ന് ചിന്തിച്ചിരുന്നവന് അവളുടെ ആ ചോദ്യം ശരിക്കും സർപ്രൈസ് ആയിരുന്നു. എന്താ? അതുകൊണ്ട് തന്നെ അവന്റെ റിയാക്ഷനും സഡനായിട്ട് വന്നു. അല്ല, സാധാരണ വിശക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ദേഷ്യം വരുന്നത്. എനിക്കും വിശക്കുമ്പോൾ ദേഷ്യം വരും. അതുകൊണ്ട് ഞാൻ ചുമ്മാ പൊന്നിന്റെ അച്ഛനോട് ചോദിച്ചതാണ്. തന്റെ ചോദ്യം അബദ്ധമായി പോയോ എന്നുള്ള ആശങ്കയിലായിരുന്നു അവളുടെ ആ മുഖം നിറയെ. എന്തോ ആ നേരത്തെ അവളുടെ പരിഭ്രമം അവന്റെ ചുണ്ടിൽ കുഞ്ഞൊരു പുഞ്ചിരിയാണ് വിരിയിച്ചത്. അപ്പോ വിശക്കുന്നുണ്ടല്ലേ? അവന്റെ മുഖം വിട്ടുന്ന ധൈര്യത്തിൽ അവൾ പെട്ടെന്ന് കയറി ചോദിച്ചു. എനിക്ക് വിശന്നിട്ട് വയ്യ. രാത്രിയിൽ ഓരോന്നൊക്കെ ഓർത്ത് കഴിച്ചത് ഫുള്ള് കരിഞ്ഞുപോയി. വിശപ്പില്ല എന്ന് പറഞ്ഞ് അവളുടെ ചോദ്യത്തിനെ നിഷേധിക്കാൻ പോയാൻ തുടങ്ങിയവന് അവളുടെ തുറന്നു പറച്ചിൽ കേട്ടതും എതിർത്തൊന്നും പറയാൻ തോന്നിയില്ല. കാരണം വയറൊക്കെ തടവി അത്രയും ദയനീയമായിട്ടാണ് പറച്ചിൽ. പ്രത്യേകിച്ച് ഓരോന്നൊക്കെ ഓർത്ത് വയറ് കിടന്ന് കത്തിപ്പോയി എന്നൊക്കെ കേട്ടപ്പോൾ എത്ര മറച്ചു വെച്ചിട്ടും അവന്റെ പുഞ്ചിരി മനോഹരമായി തന്നെ പുറത്തേക്ക് വരികയും ചെയ്തു. നമ്മളപ്പോ എന്താ ഉണ്ടാക്കുക? ഫ്രിഡ്ജിൽ മാവൊന്നും അരച്ചതില്ല. പൊടികൾ വല്ലതുമുണ്ടോ? അപ്പോഴേക്കും പിന്നെയും ചാർജ് ആയതുപോലെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൻ ഇമകൾ ചിമ്മാതവളെ നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്തറിയാനാ അല്ലേ? അതെങ്ങനെയാ? അടുക്കളയുടെ ഭാഗത്ത് വന്നാലല്ലേ? പാവം എന്റെ മാഷച്ചൻ വേണം ഒക്കെയും കുക്ക് ചെയ്യാൻ.
എന്നിട്ടും അതിനൊരു 101 കുറ്റം പറഞ്ഞ് കഴിക്കുകയും ചെയ്യും. ഒരു കാര്യത്തിനും സഹായിക്കുകയില്ല. ഈ പൊന്നിന്റെ അച്ഛൻ. അവനെ കുറ്റം പറഞ്ഞുകൊണ്ട് തുടങ്ങിയതുകൊണ്ടാവും കുറച്ചു മുന്നേ പറഞ്ഞ കാര്യങ്ങളൊന്നും അവളുടെ മനസ്സിൽ വന്നില്ല. ആ ചിന്തയൊക്കെ വിട്ട് അവള് അവന്റെ ടീഷർട്ടിൽ നിന്നും പിടുത്തം വിട്ട് റാക്കിലെ ഓരോ വലിയ പാത്രങ്ങളും തുറന്ന് പരിശോധിക്കാൻ പോയി. ഇതാകുമ്പോൾ ഉണ്ടല്ലോ പൊന്നിന്റെ അച്ഛ, നമുക്ക് വേറെ കറിയൊന്നുമില്ലെങ്കിലും നല്ല ഭംഗിയായിട്ട് കഴിക്കാൻ പറ്റും. കുറെ നേരത്തെ തപ്പലിനൊടുവിൽ കിട്ടിയ ഗോതമ്പ് മാവിലേക്ക് സവാള ഉള്ളി കുനുകുനെ അരിഞ്ഞിടുന്നതിന്റെ ഇടയിൽ അവൾ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇനി ഇതിലേക്ക് 1, 2, 3 പച്ചമുളകും ഇത്തിരി ഇഞ്ചിയും കൂടെ ഇട്ട് നന്നായി ഇളക്കി മാവ് വെള്ളം പോലെയാക്കാതെ ഇങ്ങനെ ബോള് പോലെ ഉരുട്ടിയെടുക്കണം. സവാള അരിഞ്ഞതിന്റെ പിന്നാലെ ഇഞ്ചി കൊത്തി എറിഞ്ഞുകൊണ്ടിരുന്നവൾ അവനെ പഠിപ്പിക്കാൻ എന്ന പോലെ ഇത്തിരി കാര്യമായി വിശദീകരിച്ചു. അതേസമയം പെണ്ണ് ചെയ്യുന്നത് കൗതുകത്തോടെ നോക്കി പാതകത്തിൽ നിൽക്കുകയായിരുന്നു ഹരിയും. പിന്നെയുണ്ടല്ലോ പൊന്നിന്റെ അച്ഛ, ഇത് അരിമാവിലുണ്ടാക്കാനും ഭയങ്കര രസാട്ടോ. അത് പക്ഷെ നേരെ ഇങ്ങനെ തവയിലോട്ട് വെച്ച് നമുക്ക് പരത്താനൊന്നും പറ്റില്ല. അതിന് നമ്മൾ നല്ലൊരു പ്ലാസ്റ്റിക്കിന്റെ കവർ എടുത്തു വെച്ച് അതിലേക്ക് നൈസായിട്ട് പരത്തി സൂക്ഷിച്ച് തവയിലോട്ടിടണം. അവൾ മെല്ലെ തവയിലേക്ക് ഇത്തിരി പച്ചവെള്ളം തിളച്ചത് ചൂടാക്കി വെച്ചു. ഗോതമ്പ് മാവ് പക്ഷെ കുഴപ്പമില്ല, നേരിട്ട് ചെയ്യാം. ദേ ഇങ്ങനെ. ഒരൽപ്പം മാവ് ഉരുളയാക്കി കയ്യിലെടുത്തുകൊണ്ട് തവയിലേക്ക് വെച്ച് ഇടയ്ക്കിടെ വെള്ളം മുക്കി പരത്തുന്നതിനൊപ്പം അവൾ ഹരിയെ നോക്കി. അതെ, താൻ ഇങ്ങനെ ഓരോന്നും വിശദമായി പറഞ്ഞിരുന്നത് ഇതുപോലെ എപ്പോഴെങ്കിലും വിശക്കുമ്പോൾ ആരുമില്ലെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ. പെണ്ണ് പൊന്നിനോട് പറയുന്ന പോലെ ഓരോന്നും പതുക്കെ പതുക്കെ വ്യക്തമായാണ് പറയുന്നത്. എന്നാൽ അതുവരെ അവനെ കേട്ടുകൊടുത്തവൾ പെണ്ണിന്റെ അവസാന വാചകത്തിൽ ഞെട്ടിയാണ് നോക്കിയത്. ഞാനെന്തിനാ ഉണ്ടാക്കുന്നേ, നീ കാണില്ലേ? ഈ നേരം വരെ അവളെ കേട്ടുകൊണ്ടിരുന്നവന്റെ ചോദ്യം പെട്ടെന്നായിരുന്നു. ആ, അത് നേരാ. പക്ഷെ ഞാൻ നീ ഇല്ലെങ്കിലോ? അവള് അർത്ഥോക്തിയിൽ അവനെ നോക്കി. അതപ്പോഴല്ലേ, അത് ഞാൻ അപ്പം നോക്കിക്കോളാം. പെണ്ണിന്റെ ആ പറച്ചിൽ ഇഷ്ടപ്പെടാത്ത പോലെ അവൻ മുഖം തിരിച്ചു. ഓന്തിനേക്കാളും കഷ്ടമാണ് വാമനന്റെ സ്വഭാവം. ഇരിക്കുന്ന ഇരിപ്പിലല്ലേ മാറുന്നത്. മുഖം ഒരു വശത്തേക്ക് കോടിച്ചുകൊണ്ട് പെണ്ണ് പിറുപിറുത്തു. അവൻ ദേഷ്യപ്പെട്ടതിന്റെ കൽപ്പിൽ പിന്നെ അവൾ ഒന്നുമേ മിണ്ടാൻ പോയില്ല. തവയിലിരുന്ന അട ചെറിയ തീയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചുമിട്ട് നല്ലവണ്ണം മൊരിയിച്ച് അവൾ ആ ഗോതമ്പിന്റെ അട ഒരു പാത്രത്തിലേക്കാക്കി. എന്നിട്ട് ചൂടോടെ ഹരിയുടെ മുന്നിലേക്ക് നീട്ടി. കഴിച്ചു നോക്കിയേ. ഇത്തിരി മുന്നേ അവൻ ദേഷ്യപ്പെട്ടതിന്റെ പരിഭവം മറന്ന് അവൾ അവന്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. അന്ന് വരെ അങ്ങനെ ഒരു പലഹാരം കഴിക്കാത്തതിന്റെയാകും അതെങ്ങനെയുണ്ടാകും എന്നൊരു കൗതുകത്തോടെ അവൻ അത് കൈനീട്ടി വാങ്ങി. എന്നാൽ അവൻ കഴിച്ചത് എന്തു പറയും എന്നുള്ള ആകാംക്ഷയിലായിരുന്നു പെണ്ണിന്റെ കണ്ണുകൾ ആ നേരം. പാത്രം അടുത്തേക്ക് വരുന്തോറും ഉള്ളി മൊരിഞ്ഞതിന്റെയും ഇഞ്ചിയുടെയും തേങ്ങയുടെയും ഒക്കെ ഒരു പ്രത്യേക വാസന മൂക്കിനുള്ളിലേക്ക് തുളച്ചു കയറി. അതവന്റെ നാവിന്റെ രസമുകുളങ്ങളെ കുറിച്ചൊന്നുമല്ല ഉത്തേജിപ്പിച്ചത്. ചുറ്റും തങ്ങി നിന്ന വാസന മൂക്കിലേക്ക് ആഞ്ഞു വലിച്ചുകൊണ്ട് അവൻ സന്തോഷത്തോടെ കണ്ണു തുറന്നു. എന്നിട്ട് അവളെ ഒന്ന് നോക്കി പാത്രത്തിന്റെ സൈഡിൽ നിന്ന് ചെറിയൊരു കഷ്ണം ഒടിച്ചെടുത്ത് നാവിലേക്ക് വെച്ചു. പിന്നെ അത് ആസ്വദിച്ച് കഴിക്കും പോലെ മെല്ലെ ചവച്ചു. നാളികേരത്തിന്റെ ചെറിയ മധുരവും പച്ചമുളകിന്റെ ഇത്തിരി എരിവും ജീരകത്തിന്റെ ഒരു മണവും മൊരിഞ്ഞ ഉള്ളിയുടെ ഒരു തരിപ്പും ഒക്കെയായിട്ട് ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ആകെ രസം. വാവ്, അസാധ്യം. മനസ്സ് നിറഞ്ഞു തന്നെ ഹരി അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്ത് ടേസ്റ്റാടോ ഇതിന്. സ്വതവേ കുഞ്ഞിക്കണ്ണുള്ളവന്റെ വിടർന്ന കണ്ണുകളും ആ മുഖത്തെ തുടുപ്പും വായിലേക്ക് വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമൊക്കെ കൂടി കണ്ടിട്ട് മണിക്കുട്ടിക്ക് ജീവിതത്തിൽ ആദ്യമായി അന്ന് കരച്ചിൽ വന്നു. എന്തു പറ്റി, നിന്റെ കണ്ണ് നിറഞ്ഞല്ലോ. വിശക്കുന്നുണ്ടോ? എങ്കിൽ ഇന്നാ കഴിച്ചോ. വേഗത്തിൽ കഴിച്ചുകൊണ്ടിരുന്നവൻ കയ്യിലിരുന്ന പീസ് അവൾക്ക് നേരെ നീട്ടി പറഞ്ഞു. ഏയ്, വിശന്നിട്ടൊന്നുമല്ല, എന്തോ കണ്ണ് നിറഞ്ഞു പോയതാണ്. പൊന്നിന്റെ അച്ഛൻ കഴിച്ചോളൂ, ഞാൻ എനിക്ക് ഉണ്ടാക്കി കഴിച്ചോളാം. അവൾ പറഞ്ഞത് പൂർണ്ണമായിട്ട് അവൻ വിശ്വസിച്ചില്ലെങ്കിലും കൂടുതൽ എന്തെങ്കിലും ചോദിച്ചാൽ പെണ്ണ് ഇനിയും കരഞ്ഞേക്കുമോ എന്നുള്ള ഭയത്തിൽ അവൻ ഒരു സംശയത്തോടെ പാത്രത്തിൽ ബാക്കിയിരുന്ന അട അവളെ ഇടയ്ക്കിടെ നോക്കിക്കൊണ്ട് തന്നെ കഴിച്ചു. എടി, നീ ഇനി ഞാൻ കഴിക്കുന്നത് കണ്ട് കൊതിവിട്ട് തന്നാണോ ഈ കരഞ്ഞത്? പെണ്ണ് തിരിഞ്ഞു നോക്കാതെ അടുത്ത് ചുടുന്നത് കണ്ടതും ഹരി വെറുതെ ഒന്ന് കയറി ചൊറിഞ്ഞു. വാമനൻ പണി തുടങ്ങി. പിന്നെ കൊതിവിടാൻ പറ്റിയ സാധനം. കയ്യിലിരുന്ന് മറിച്ചിടുന്ന തവി അവനെ നോക്കി ഇടുപ്പിൽ കുത്തിക്കൊണ്ട് അവള് തിരിഞ്ഞു. അതെന്താടി, അടയ്ക്ക് കൊതി വിട്ടൂടെ? ഓ, വിടാമേ. ഇപ്പൊ ഇത് പറ, ഒരെണ്ണം കൂടി തരട്ടെ? അവൾ അത് ചോദിച്ചതും ഹരി പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. മോൾക്കപ്പോ ഈ തലയാട്ടൽ അപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാകും. എന്തു പറയുമ്പോഴും കുഞ്ഞിക്കൊമ്പുകൾ ഇരുവശത്തേക്ക് മാട്ടി തല കുലുക്കുന്നവളെ ഓർത്ത് ചിരിച്ചുകൊണ്ട് പെണ്ണ് അടുത്തടിയും അവന്റെ പാത്രത്തിലേക്കിട്ടു.
ശരിക്കും നല്ല ടേസ്റ്റാട്ടോ. പറഞ്ഞുകൊണ്ട് അവൻ അതിന്റെ ഒരു തുമ്പ് ചൂടോടെ ഊതിയാറ്റി വായിലേക്ക് വെച്ചു. അതെ, ഇത്രയും ടേസ്റ്റോടെയൊക്കെ കഴിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന വിശക്കുന്നവരോടും വേണോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അവൾ അത് പറയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഹരി അത് ഓർക്കുന്നത് പോലും. നിനക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞതല്ലേ, ഇത് നീ കഴിച്ചോ, അടുത്തത് എനിക്ക് തന്നാൽ മതി. അവൾ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടും രണ്ടാമതും കയ്യിൽ വാങ്ങിയ ജാള്യത്തിൽ അവനൊന്ന് ചമ്മി പറഞ്ഞു, ഉം കഴിച്ചോ കഴിച്ചോ, ഞാൻ അടുത്തത് കഴിച്ചോളാം. അവളെ ഇടം കണ്ണുകൊണ്ട് നോക്കി ഹരി അത് കഴിച്ചു. പിന്നെയും അവൾ മൂന്നാല് അല്പം കൂടി ഉണ്ടാക്കി. അതിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കി അത്രയും ഹരി തന്നെയാണ് കഴിച്ചത്. എന്റെ വയറ് ഇപ്പൊ പൊട്ടിപ്പോകുംടി. അടുക്കള ഒതുക്കി ഇറങ്ങും വഴി ഹരി വയറിൽ തൊട്ടുകൊണ്ട് അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. വയററിയാതെ ആഹാരം കഴിച്ചിട്ട് എന്നെ നോക്കി പേടിപ്പിക്കുന്നു. പിന്നെ ഇത്രയും രുചിയിലൊക്കെ ഉണ്ടാക്കിയാൽ ആരാണെങ്കിലും കഴിച്ചു പോകും. സ്വന്തം കുറ്റമല്ല, എല്ലാം അവളുടെ തെറ്റാണെന്ന ഭാവത്തിൽ അവൻ പെണ്ണിനെ ഒന്ന് രൂക്ഷമായി നോക്കി പറഞ്ഞു. അപ്പോ ഇതും എന്റെ കുറ്റമാണോ? അവൾ അറിയാതെ തന്നെ ചോദിച്ചുപോയി. പിന്നല്ലാതെ എന്റെയാണോ? ചവിട്ടി തുള്ളി പോകുന്നവനെ അന്തം വിട്ട് നോക്കി നിന്നുപോയി പെണ്ണ്.